ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അനഘ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ആദർശല്ല തെറ്റ് ചെയ്തത്, പിന്നെ അനിയാവും. അങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് അവൻ ചെയ്യില്ല, പിന്നെ ആരാ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു കൊച്ചുമോനല്ലേ മിച്ചമുള്ളൂ, അബി, അവൻ തന്നെയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് പറയുമ്പോഴേക്കും ദേവയാനിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അതുകൊണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അവനാണ് തെറ്റ് ചെയ്തതെങ്കിൽ എന്തിനാ മോളെ ഇതിങ്ങനെ മറച്ചു പിടിക്കുന്നത്? അതുകൊണ്ട് തെറ്റ് ചെയ്തത് തെറ്റായ വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് നിൻ്റെ ഭർത്താവാണ് എന്ന് എല്ലാവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനാണോ? എൻ്റെ മകനല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, അതുകൊണ്ട് ഇതെന്തിനാ ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അവരങ്ങനെ വിശ്വസിച്ചോട്ടെ, അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ കഥകൾ ഉണ്ടാക്കുവോ പറഞ്ഞുകൊണ്ട് നടക്കുവോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. ആദർശേട്ടനെ സ്നേഹിക്കുന്നവർക്കറിയാമല്ലോ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോൾ അമ്മയെ അറിഞ്ഞു, അത് മതി എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മോളും അവനും ചന്തുമോള് അവൻ്റെ മോളാണ് എന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചത്. എന്നിട്ട് ഞാൻ എൻ്റെ മോനെ ഒരുപാട് വിഷമിപ്പിച്ചു. അതുകൊണ്ട് നീ അവനോട് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ എന്നിങ്ങനെ പറയും. അന്നേരം ഭയങ്കര സന്തോഷമാണ് നയന ആദർശിനെ വിളിക്കുകയാണ്. അപ്പോൾ ആദർശ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അന്നേരം പറയും, ആദർശേട്ടാ നമ്മളൊന്നും പോകാറുണ്ടായിരുന്ന ആ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിക്കും. അന്നേരം കല്യാണിയുടെ അടുത്ത് പോകുവാണ് എന്ന് പറഞ്ഞാട്ടോ നയന അവിടെ പോകുന്നത്. അന്നേരം അങ്ങോട്ടേക്ക് വരാമെന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് നയനയും ദേവയാനിയും കൂടെ ആ ഹോട്ടലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ദേവയാനിക്ക് ആകെ വിഷമമാട്ടോ ആദർശിനെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്തിട്ട്. അതുകൊണ്ട് ദേവയാനി പറയുന്നുണ്ട്, എന്നോട് ആരും സത്യങ്ങളൊന്നും പറഞ്ഞില്ല. അവൻ കിരണിനോടെല്ലാം തുറന്നു പറഞ്ഞു, അതിനുശേഷം മോളോടും പറഞ്ഞു. എന്നിട്ടും എന്നോട് പറയണം എന്ന് അവന് തോന്നിയില്ല. അതുകൊണ്ട് അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് ആ സത്യങ്ങളെല്ലാം അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ അവനെ വിളിച്ചു വരുത്തുന്നത് എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ജ്യൂസ് കടയിൽ നിന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ കാര്യം നിങ്ങൾ എന്നോടൊന്നും തുറന്നു പറഞ്ഞു തന്ന കാര്യമൊന്നും അവൻ വരുമ്പോൾ അവനോട് പറയണ്ട എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ ഈ സത്യം ഒരുപാട് ദിവസമൊന്നും മൂടി വയ്ക്കരുത്. കാരണം ഞാനും ആദർശേട്ടനും തമ്മിലുള്ള ഒരു ഉടമ്പടിയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും പരസ്പരം തുറന്നു പറയും എന്ന്. അതുകൊണ്ട് ഇത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാകും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് അത് മോളോട് പറയാതെ അവൻ കുറച്ച് ദിവസം കൊണ്ട് നടന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അതങ്ങനെ ചെയ്തത് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദർശിനെ തള്ളിക്കളഞ്ഞാലോ എന്നോർത്തിങ്ങനെ പേടിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ആദർശേട്ടനോട് മറച്ചു വെക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയും. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അബിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നിങ്ങനെ തെളിഞ്ഞത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, അന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്ന ദിവസമാണ് ആദർശേട്ടൻ ഈ സത്യമെല്ലാം ഈ DNA ടെസ്റ്റ് റിസൾട്ട് മേടിക്കാനായിട്ട് ഇങ്ങനെ കിരണിൻ്റെ അടുത്തേക്ക് പോയത്. അതുകൊണ്ടാണ് അന്ന് അവിടെ കാണാതിരുന്നത്. സത്യങ്ങളെല്ലാം അറിഞ്ഞ ആദർശേട്ടൻ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരോടും എല്ലാം തുറന്നു പറയാൻ വേണ്ടിയാണ് തിരിച്ചു വന്നത്. പക്ഷേ ഇത് അറിഞ്ഞ മുത്തശ്ശൻ ആദർശനെ തടഞ്ഞു, ഞാനും തടഞ്ഞു എന്ന് പറയും. അന്നേരം ദേവയാനിക്ക് ഇതൊന്നും അങ്ങ് ദഹിക്കുന്നില്ലേ. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചി ഒരുപാട് സന്തോഷത്തോടെയാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. അബിക്കും ചേച്ചിക്കും ഒക്കെ ഇങ്ങനെ മോനും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട് എന്നൊരു സമാധാനം ചേച്ചിക്കുണ്ട്. അത് കളയണ്ട എന്ന് കരുതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, പക്ഷേ സത്യങ്ങളൊക്കെ എന്നോടും തുറന്നു പറയായിരുന്നല്ലോ, ഞാനും അവൻ്റെ അമ്മയല്ലേ. ഞാൻ അവനെ തെറ്റിദ്ധരിക്കാൻ ഇടയായത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നാണ്. നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു ചന്തുമോൾ അവൻ്റെ മോളാണെന്ന്, അതുകൊണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. നേരത്തേക്ക് ആദർശ് വരുവേ. നേരെ ദേവേനി ഇത്രയും ഗൗരവത്തിൽ തന്നെയാണ് ഇങ്ങനെ ദേവേനി ആദർശിനോട് പറയാണ്, നിനക്കൊരു ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചതിന് ശേഷം നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് അവിടെ ഇരുന്നിട്ട് ചോദിക്കും, അമ്മ എങ്ങോട്ടാണ് പോകണ്ടേന്ന്. അന്നേരത്തേനും ദേവേനി പറയും, എങ്ങോട്ടാണ് പോകണ്ടേന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. നിന്നോട് കുറേ ദിവസങ്ങളായി ഞാൻ ഈ നടന്ന സംഭവങ്ങളിലെ സത്യാവസ്ഥ ചോദിച്ചിങ്ങനെ പുറകെ നടക്കുന്നു. നീ ഒന്നും പറഞ്ഞില്ല. അനഘ എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് ഒരിക്കലും നീ എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് എനിക്ക് അറിയണം. അത് പലതവണ ചോദിച്ചിട്ടും നീ പറഞ്ഞിട്ടില്ല. ഞാനതിൻ്റെ പുറകെ പോയി കിരണിനോട് ചോദിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മോളോടും ഒക്കെ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇവരെല്ലാം പറയുന്നത് സത്യാവസ്ഥയെല്ലാം നിനക്കറിയാവുന്നതാണ്. അതുപോലെ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അവരെല്ലാം ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് സത്യം എനിക്കറിയണം എന്നിങ്ങനെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ഇങ്ങനെ ബില്ല് വരുന്നു. ബില്ല് ദേവേനെ അടയ്ക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും അമ്മ ഞാൻ അടയ്ക്കുക എന്നിങ്ങനെ പറയാം. അന്നേരം വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണേ. നല്ല കട്ടക്കയ്പിലാണ് കേട്ടോ ദേവയാനി. ഏതായാലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവർ 3 പേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോരുകയാണ്. അപ്പോൾ എന്നിട്ട് അവരൊരു കടലിൻ്റെ തീരത്തോട്ടാണ് ചെല്ലുന്നത്. അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദേവയാനി നയനോട് പറയുന്നുണ്ട്, മോൾ
വണ്ടിയിലിരുന്നാൽ മതി, എനിക്ക് ആദർശനോടാണ് സംസാരിക്കാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും തന്നെയാണ് കടലിൻ്റെ തീരത്തോട് കയറി ചെല്ലുന്നത്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, സത്യങ്ങളല്ലേ എനിക്കിന്ന് അറിയണം. ഞാൻ കിരണിനോട് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. നേരെ കിരൺ പറഞ്ഞത് സത്യങ്ങളെല്ലാം നിനക്കറിയാം, നീ പറയുന്നതാണ്. അതുപോലെ മോളോട് ചോദിച്ചപ്പോൾ മോളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കറിയണം, എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. ഞാൻ നിന്നെ എങ്ങനെയാണ് വളർത്തിയതെന്ന് നിനക്കറിയാലോ. ഇപ്പം നീ ഈ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ പലരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് എനിക്കുണ്ടായത്. ഒരു അമ്മയ്ക്കും അത് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് സത്യങ്ങളെല്ലാം നീ എന്നോട് തുറന്ന് പറയണം, എനിക്കത് അറിയണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുക. നേരത്തേക്ക് ആദർശ് ഒന്നും ഇങ്ങനെ വിട്ടു പറയുന്നില്ല കേട്ടോ. അമ്മേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ കുഞ്ഞല്ല ചന്തുമോൾ എന്നൊക്കെ തന്നെ പറയുന്നുള്ളൂ. അന്നേരം ദേവേന് പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, നിൻ്റെ കുഞ്ഞല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തുറന്ന് ചോദിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവേന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ആദർശ് എനിക്ക് അമ്മയോടൊന്നും അങ്ങനെ പറയാനില്ല എന്നാണ് പറയുന്നത്. നേരെ ദേവേന് പറയും, അതെ, നിനക്കിനി എന്നോടൊന്നും പറയാനില്ല, അതുകൊണ്ട് എനിക്കും ഇനി പറയാനൊന്നുമില്ല, ചെയ്ത് കാണിക്കാനാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുവാണ്. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കടലിൻ്റെ ആ തീരത്തോട്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ നടക്കാൻ തുടങ്ങും. അമ്മ എന്ത് ചെയ്യാനുള്ള ഉദ്ദേശമാണ് എന്നിങ്ങനെ ആദർശ് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നിനക്ക് എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കടലിൽ തന്നെ ചാടി ചാകാൻ പോവുകയാണ്, എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല. ഞാൻ വെള്ളം കുടിച്ച് മരിക്കുമ്പോഴേക്കും നീ സത്യങ്ങളെല്ലാം വിളിച്ചു പറയല്ലോ, അത് മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവേനി ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കടലിൻ്റെ അങ്ങോട്ടിങ്ങനെ നടന്നു പോകുമ്പോഴേക്കും വണ്ടി ഇരിക്കുന്ന നയനയ്ക്കാണെങ്കിൽ മനസ്സിലായി കാര്യങ്ങൾ അത്ര പന്തിയല്ല ദേവേനി എന്നതൊക്കെ, എന്തോ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലായി. പെട്ടെന്ന് നയന വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വരുവാണേ. എന്നിട്ട് ദേവേനെ പിടിച്ച് നിർത്തുക. എന്നിട്ട് എന്താ അമ്മയെ കാണിക്കുന്നത്, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. നേരത്തേനും ദേവേന് പറയുന്നുണ്ട്, അവൻ എല്ലാവരോടും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു, കിരണിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, അത് കഴിഞ്ഞ് മോളോട് പറഞ്ഞു. ഇതെല്ലാം തെളിഞ്ഞതിന് ശേഷം മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറയാൻ ചെന്നപ്പോഴും അവൻ്റെ അമ്മയോട് പറയണമെന്ന് തോന്നിയില്ല. ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചതാണ്. എന്നോട് അവൻ്റെ കുഞ്ഞാണ് ചന്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങനെ സംശയിച്ചത്. എന്നിട്ടും എന്നെ സത്യങ്ങൾ അറിയിക്കണമെന്ന് അവന് തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് ദേവേനി തന്നെ കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് മോളെല്ലാ സത്യങ്ങളും പറഞ്ഞു, പക്ഷേ എനിക്കത് കൊണ്ടൊന്നും തൃപ്തിയായിട്ടില്ലായിരുന്നു. എനിക്ക് നിൻ്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയണമായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നേരെ ആദർശ് പറയാണ്, അമ്മേ, നമ്മുടെ കുടുംബം ഒരു കെട്ടുറപ്പുള്ള കുടുംബമാണ്. ആ കുടുംബം തകർന്നു പോകാതിരിക്കാൻ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. അഭിയാണ് ഇതിനെല്ലാം ഉത്തരവാദി, അവൻ ചെയ്ത തെറ്റ് അവൻ എൻ്റെ തലയിലേക്ക് വെക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ദേവയാനി പറയുകയാണ്, ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു, കിരൺ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി മോളും പറഞ്ഞായിരുന്നു. പക്ഷേ നിന്നിൽ നിന്ന് തന്നെ എനിക്കിതെല്ലാം അറിയണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെ ദേവയാനി ഒന്ന് കൂളാവും കേട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇനി ചന്തമോളോട് ദേഷ്യമൊന്നും കാണിക്കരുത്, ആ മോളെ സ്നേഹിക്കണം എന്നിങ്ങനെ പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എനിക്കിനി കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും ആ മോളുടെ അച്ഛനും അമ്മയും ആണെങ്കിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിയാകാൻ തയ്യാറാണ്. അല്ലെങ്കിലും ചേലച്ചയെ പോലെ ഒരു മുത്തശ്ശി മോൾക്കുണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അവരാരും ഈ സത്യങ്ങൾ ഒന്നും അറിയണ്ട, ഞാൻ ഇനി ആ മോളെ മനസ്സ് തുറന്ന് സ്നേഹിച്ചോളാം. അല്ലെങ്കിൽ ആ മോൾ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് അവളോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു, നിന്നോടുള്ള ദേഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. ഏതായാലും സന്തോഷത്തോടെ ഇങ്ങനെ അവർ 3 പേരോട് ഇങ്ങനെ അവിടുന്ന് പോരുകയാണ്. എന്നിട്ട് ദേവയാനി എനിക്ക് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തണം, മോൾക്ക് കുറച്ച് കളിപ്പാട്ടോ ഉടുപ്പും ഒക്കെ മേടിക്കണം, എന്നിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാനെന്നാണ് പറയുന്നത്. ഏതായാലും 3 പേർക്ക് സമാധാനമായി സന്തോഷത്തോടെ ഇങ്ങനെ അവിടുന്ന് പോരുന്നു. ഈ സമയം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ മോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അനന്തപുരിയിൽ. അന്നേരം മോളോട് പറയുന്നുണ്ട്, ഈ കളിപ്പാട്ടമൊക്കെ കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കുന്നതാ, ഇതൊക്കെ ഇനി പത്മനാഭൻ മോന് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവേനി അങ്ങോട്ട് കയറി വരുന്നത്. അന്നേരം ദേവേനി പറയും, ആഹാ, ആ കളിപ്പാട്ടമൊക്കെ ചെറുതായി പോയോ, എങ്കിലേ വേറെ നല്ല കളിപ്പാട്ടങ്ങൾ മോളുടെ പ്രായത്തിന് ചേർന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ, ആഹാ, ഇതെന്ത് പറ്റി ദേവേനി, മോളെ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം മനസ്സിലുള്ളത് എന്നോട് തുറന്നു പറയായിരുന്നു, അങ്ങനെ അമ്മ ചെയ്തില്ല, ആദർശം നയനെ ഒന്നും ചെയ്തില്ല, പക്ഷേ ഞാൻ ഇന്ന് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് വരുന്നത് എന്നിങ്ങനെ പറയും.
അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാം നിന്നോട് തുറന്ന് പറയണമെന്ന് ഇടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞല്ലേ, ആരും എന്നോട് പറഞ്ഞൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് സത്യങ്ങളെല്ലാം അറിയാൻ സാധിച്ചത്. ഞാൻ കിരണിനോട് ആദ്യമേ കാര്യങ്ങളെല്ലാം ചോദിച്ചത്, കാരണം കിരൺ അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, അതുകൊണ്ടെല്ലാം അവൻ അറിയായിരിക്കുമെന്ന് കരുതി ചോദിച്ചപ്പോഴാണ് സത്യങ്ങളെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചത് എന്നിങ്ങനെ പറയും. എന്നിട്ട് മോൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണേ. അപ്പോഴേക്കും ഇതെല്ലാം കേൾക്കുന്ന മോൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇനി മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോളെ ഞാൻ പണ്ടത്തെ പോലെ തന്നെ സ്നേഹിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ജലജ ഇറങ്ങി വരുന്നത്. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നു, ഇവരുടെ സ്വഭാവം മാറിയോ, ഇവരും ആ കുഞ്ഞിനെ വീണ്ടും സ്നേഹിച്ച് തുടങ്ങിയോ, ഇനിയിപ്പോൾ സ്വന്തം കൊച്ചുമോളായ സ്ഥിതിക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. നേരം മുഖത്ത് ഇങ്ങനെ ജലജയ്ക്ക് ആകെ വിഷമമാട്ടോ. ഏതായാലും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നാളെ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.